AM കിച്ചൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ നിന്ന് അമ്മ കുറച്ച് നാടൻ കൂൺ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പം ഞാനതെല്ലാം വൃത്തിയാക്കി വെള്ളം തിളപ്പിച്ച് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അത് നന്നായി കഴുകിയെടുത്തു. ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലൊക്കെ ആയിട്ട് കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് കൂനിൻ്റെ അലകും തട്ടും വേറിട്ടിട്ടുണ്ട്. അതുപോലെ ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: നാളികേരം ചിരകിയത്, കാന്താരി മുളക്, വെളുത്തുള്ളി, സവാള, കറിവേപ്പില, പച്ചമുളകായാലും മതി. ഞാൻ കാന്താരി ഉള്ളതുകൊണ്ടാണ് കാന്താരി എടുത്തത്. ഇനിയിപ്പോൾ ഞാനിതുകൊണ്ട് എന്താ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ കൂൻ വെച്ചിട്ടൊരു മസാല തോരനാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടി ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴേ അതിൻ്റെ അടിയായിപ്പോയി. അപ്പോൾ വേഗം അത് മാറ്റി കുറച്ച് നല്ലത് ഒഴിച്ചു. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പകുതി അരിഞ്ഞതും പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 കാന്താരി മുളകും കറിവേപ്പിലയും അതുകൂടെയൊക്കെ ചെറുതായി അരിഞ്ഞതൊക്കെ അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. നന്നായി വഴന്നാൽ മതി, മുരിഞ്ഞു പോകുമൊന്നും വേണ്ട. വഴന്ന് കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് നമുക്ക് തോരനിലേക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്താൽ അറിയാലോ, സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും. നമുക്ക് 2 കാര്യമായി, തോരനിലേക്കുള്ള ഉപ്പും കൂടി ആവുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഉപ്പും ചേർത്തു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ കൂൻ നന്നാക്കുമ്പോഴും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കൂനിൻ്റെ കളർ അങ്ങനെ. ഇനി ചിലർക്ക് ഇത് കാണുമ്പോൾ ഒരു സംശയം തോന്നി, ഇതെന്താ അതിൻ്റെ കളർ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിലിട്ട് വെച്ചതിനെ കൊണ്ടാണ്. ഞാനൊരു 1/2 മണിക്കൂർ അതിൽ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ മണലും അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കഴുകി വൃത്തിയാക്കി എടുത്തത്. ഇപ്പോൾ അത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അത് നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂനൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചിക്കൻ മസാലേൻ്റെ കുറച്ച് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ആ പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാനിതിങ്ങനെ അടച്ച് വെച്ചും ഇളക്കി കൊടുത്തും വേവിച്ചും അങ്ങനെ ഒരു 8-10 മിനിറ്റോളം ഞാനിങ്ങനെ വേവിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കൂന് ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ എത്ര മുറുക്കി പിഴിഞ്ഞെടുത്താലും വീണ്ടും ഇതിൽ വെള്ളം ഉണ്ടാവും. ആ ഊറി വന്ന വെള്ളത്തിലാണ് ഇത് വെന്ത് കിട്ടിയത്. അപ്പോൾ നമ്മുടെ കൂനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നാളികേരം ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. നാളികേരം ചിരകിയത് ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ നാളികേരം കൂടെ ഒന്ന് നന്നായി ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കുക. നാളികേരത്തിന് കുറച്ചൊരു വേവുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വീണ്ടും ഇത് നന്നായി ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മുടെ കൂൻ മസാല തോരൻ ഇവിടെ റെഡിയാവും. അപ്പോൾ അതാ ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നു. അപ്പോൾ നമ്മുടെ മസാല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു വാസനയാണ് ഇത് തുറന്ന സമയത്ത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പശുവിൻ്റെ കരച്ചിൽ കേൾക്കാം കേട്ടോ. നമ്മുടെ അടുത്ത വീട്ടിലെ പശുവേ, എന്താണെന്നറിയില്ല, ഞാൻ വോയിസ് ഓവർ ഇട്ടപ്പോൾ തുടങ്ങിയത് അങ്ങനെ കരയാൻ. അപ്പോൾ നമ്മുടെ മസാലത്തോരൻ ഇവിടെ റെഡി ആയിട്ടോ. കൂൺ മസാലത്തോരൻ വല്ലപ്പോഴൊക്കെ കൂണൊക്കെ കിട്ടുമ്പോഴേ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.